ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നല്ല രുചികരമായ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കടല, ബ്രൗൺ കടല കുതിർത്തി എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം, അതായത് ഒരു അര കപ്പ് കടലയാണ്. ഓവർനൈറ്റ് കുതിർത്തിയതാണ്, അല്ലെങ്കിൽ ഒരു 8-10 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അത് കുതിർത്തി എടുത്തതാണത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ്സ്, ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. കടല വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചേന എടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാം ചേനയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. നേന്ത്രക്കായ ഒന്ന് അരിഞ്ഞിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കറ കളഞ്ഞ നേന്ത്രക്കായയാണത് കേട്ടോ. ഒന്നെടുത്താൽ മതി. അതും ഏതാണ്ട് ഒരു 150 ഗ്രാം ഉണ്ട്. പിന്നെ ഒരു 150 ഗ്രാം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളരിക്ക എടുക്കാം, അല്ലെങ്കിൽ കുമ്പളങ്ങ ഇല്ലാതെ ചേനയും കായും കടലയും വെച്ചിട്ടും ഇതുണ്ടാക്കാം. കുമ്പളങ്ങ ഒഴിവാക്കിയിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇത് വേവിക്കാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിൽ കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത്, അത് കാരണം അതാണ് കൂടുതൽ ചേർക്കേണ്ടത്. ചേന ചിലപ്പോൾ വേവാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ ചേന വേറെ വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ പിന്നീട് മിക്സ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.25 കപ്പ് മുതൽ ഒരു 1.5 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. ചിലപ്പോൾ വേവാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കുമെങ്കിൽ വെള്ളം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഒരു 1.25 മുതൽ 1.5 കപ്പ് വെള്ളം മതിയാവും. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിള വരുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. എപ്പോഴും അരപ്പിനുള്ള നാളികേരം വളരെ കുറവും, അതുപോലെ തന്നെ വറക്കാനുള്ള നാളികേരം കുറച്ച് അധികവും എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ചെറിയൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റ് ആക്കണ്ട. അപ്പോൾ കഷ്ണങ്ങൾ കൂടുതൽ വെന്ത് ഉടഞ്ഞു പോവരുത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിലപ്പോൾ ചില ചേനയ്ക്ക് വേവ് കൂടുതലായിരിക്കും. അങ്ങനെയാകുമ്പോൾ ചേന ആദ്യം വേവിക്കുക, അല്ലെങ്കിൽ ചേന വേറെ വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടലയും കൂടിയും ചേർക്കുക. ആ കടല വേവിച്ച വെള്ളത്തോടക്കിന് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഞാൻ ഒഴിച്ച 1 കപ്പ് വെള്ളം കറക്റ്റായിരുന്നു, വെള്ളം അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് തിളപ്പിക്കുക. ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കുക കേട്ടോ. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ കടലയും കൂടിയും ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതൊരു 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിക്കുന്നതാണ് നല്ലത്. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വറ്റിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൽ കുറച്ചേ വെള്ളമുള്ളൂ. ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ചേർക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അരപ്പും കൂടിയും ചേർത്തിട്ട് ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. ആ ജീരകത്തിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ അതൊക്കെ ഒന്ന് പോകണം. ഇപ്പോൾ വെള്ളം വളരെ കൂടുതലുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വറ്റിച്ചാൽ മതി, അല്ലാതെ ഇങ്ങനെ ഡ്രൈ ആക്കണ്ട. വളരെ കുറച്ചേ വെള്ളം ഉള്ളുവെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ കട്ടിയാവും. അപ്പോൾ ആ നാളികേരും ജീരകമൊക്കെ നല്ല വെന്ത ഒരു മണം വരുന്നുണ്ട്. ആ ജീരകത്തിൻ്റെ ആ പച്ചച്ചുവയൊക്കെ എന്തായാലും മാറണം. ഒരു 5-6 മിനിറ്റ് എടുക്കും കേട്ടോ. ഇനി ഏറ്റവും അവസാനം ഇതിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ചേർക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഒരു കഷ്ണം ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ചേർത്താലും മതി. ഇനി ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ ഒരു 3 ഉണക്കമുളക്, പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.25 കപ്പ് ചിരകിയ നാളികേരമാണ് ചേർക്കുന്നത്. ഈ നാളികേരം ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചതിൻ്റെ ശേഷം ചേർക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ വറുത്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും.
എപ്പോഴും ഇങ്ങനെ നാളികേരം വറുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വറക്കരുത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വറക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു പാകമായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ആദ്യം പച്ചക്കറി വേവിക്കുമ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. 1/4 ടീസ്പൂൺ ഇപ്പോൾ ഇത് നാളികേരം വറക്കുമ്പോഴും ചേർത്തിട്ട് അതും കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വറക്കുക. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നാളികേരം വറക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് വറുത്താൽ മതിയാവും. കുറച്ച് ടൈം എടുത്തിട്ട് വറക്കണം. അപ്പോൾ നാളികേരം നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. നല്ല ചുവക്കെ തന്നെ വറക്കണം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. എന്ന് വെച്ചിട്ട് വല്ലാതെ ഒരു കറുത്ത കളറായിട്ട് പിന്നെ ഒരു കരിഞ്ഞ ടേസ്റ്റ് പോലെ അങ്ങനെ വറക്കരുത്. അപ്പോൾ ഒരു നല്ലൊരു ബ്രൗണിഷ് കളർ വരും. എന്നിട്ട് ഇത് കറിയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഏറ്റവും അവസാനം ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കൂട്ടുകറി റെഡിയായി. ഇത് കുറച്ച് തണുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇത് തണുത്തതിൻ്റെ ശേഷമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്രാവശ്യം സദ്യയ്ക്ക് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്